33.5 വർഷം കേരള പോലീസിൽ ജോലി ചെയ്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആണ്. അതുപോലെ 2012 പോക്സോ ഇറങ്ങിയപ്പോൾ വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരാളാണ്. കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും വളരെയധികം പ്രവർത്തിച്ചിരുന്ന ഒരാളുമാണ്. പ്രത്യേകിച്ച് നിർഭയ സ്കീം വന്നപ്പോൾ അതിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു. ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നതിൽ ഞാൻ അറിഞ്ഞത് 2020-21 ഞാൻ ചെയ്ത ഒരു വീഡിയോ, സസ്നേഹം ശ്രീലേഖ എന്ന ചാനലിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പേര്, പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ കിളിരൂർ കേസാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ആ കേസ് ഞാൻ നേതൃത്വം നൽകിയ ടീമാണ് അന്വേഷിച്ചത്. അതിന് എല്ലാ പ്രതികളെയും ശിക്ഷിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ച് പിന്നീട് CBIക്ക് കൈമാറിയ കേസാണ്. ആ കേസിലെ പെൺകുട്ടി നമ്മുടെ FIRനകത്ത് മൈനർ എന്നാണ് എഴുതിയിരുന്നതെങ്കിലും അന്വേഷണത്തിലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എന്ന് വെളിവായിട്ടുണ്ട്. ആ കുട്ടി മരണപ്പെടുമ്പോൾ അതിൻ്റെ പ്രായം 2003 എൻ്റെ ഓർമ്മ. 2002 രജിസ്റ്റർ ചെയ്ത കേസ് 2003 പെൺകുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പ്രായം 20 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ധാരണ പൊതുവെ വന്നത്. അതുകൊണ്ട് ആ കുട്ടി മൈനർ അല്ല, 18 വയസ്സിന് മുകളിലുള്ളതായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് പോക്സോ കേസ് ഇതിനകത്ത് നിൽക്കില്ല. അപ്പോൾ പോക്സോ കേസ് നിൽക്കില്ല എന്നുള്ള കാര്യം പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കാരണം ഇതിപ്പോൾ ഒരു അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് സിവിൽ റൈറ്റ്സ് ഫോറത്തിൻ്റെയോ മറ്റോ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന കേസ് ഇപ്പോഴാണ്. അത് വ്യക്തി ഹത്യ നടത്താൻ വേണ്ടി ഇപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മുതൽ എനിക്കെതിരെ ഇതുപോലെയുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഇലക്ഷൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും വേണം കുത്തിപ്പൊക്കാൻ വേണ്ടി കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അമ്മയും ഒരു സ്ത്രീയും ഒരു പോലീസ് ഉദ്യോഗസ്ഥയുമായിരുന്ന ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്കോ സ്ത്രീക്കോ പീഡനത്തിനിരയായ ഒരു വ്യക്തിക്ക് ദോഷകരമാവുന്ന ഒന്നും ചെയ്യുകയും ഇല്ല, ചെയ്തിട്ടുമില്ല. അതിൻ്റെ മനസ്സിൽ കൂടെ പോലും പോവില്ല. ഈ ഒരു സംഭവത്തിൽ ഈ കിളിരൂർ കേസിനകത്തെ ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം എല്ലാ മാധ്യമങ്ങളും നിങ്ങളെടുത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴും പല സ്ഥലത്തും അതിൻ്റെ പേരുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ വിക്കിപീഡിയ നോക്കിയാൽ പോലും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പബ്ലിക് നോളജാണ്. എന്തുകൊണ്ടാണ് കോടതിയിലും കേസ് ഈ BNSലും പഴയ IPCയിലും ഇതുപോലെയുള്ള പീഡനത്തിനിരയായ വ്യക്തികളുടെ, സ്ത്രീകളുടെ പേര് വിവരം വെളിപ്പെടുത്തരുത് എന്നുള്ളത് എന്ന് അറിയാമോ എന്നറിയില്ല. അതിജീവിതയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും ഈ ഒരു വാർത്ത, ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്നുള്ള വാർത്ത സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടും ഈ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കുടുംബത്തിനൊരു രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് പെൺകുട്ടിയുടെ അതിജീവിതകളുടെ പേര് വിവരം വെളിപ്പെടുത്തരുത് എന്ന് പറയുന്നത്. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാർത്തയായ ശേഷം, മരണപ്പെടുന്ന ഒരു വ്യക്തിയോടുള്ള ആദര സൂചകമായി നമ്മൾ എല്ലാ വർഷവും മെഴുകുതിരികളും ആദരാഞ്ജലികളും അർപ്പിച്ചു പോകുന്ന ഒരു സമയമുള്ളപ്പോൾ ആ ഒരു വിവരം പുറത്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേര് പുറത്ത് വരുന്നത് ആരെയും മാനസികമായി, അല്ലെങ്കിൽ ആ കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു വിരോധം, ഒരു വിഷമം തോന്നേണ്ട കാര്യമില്ല. കൂടാതെ ഈ കേസിനകത്ത് ഇതിലൊന്നും പെടാത്ത ഒരു വ്യക്തി, ഒരു അഡ്വക്കേറ്റ്, ഒരു സാധാരണ ഒരു
ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കോ ഒന്നും ഒരു പരാതി, ബന്ധുക്കൾക്കോ ഒന്നും ഒരു പരാതി ഉള്ളതായി കാണുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി, 7-8 വർഷമായി. ഇപ്പോൾ ഞാൻ വിരമിച്ച ശേഷം നേരത്തെ ഒരു ബ്ലോക്ക് സ്പോട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതും ഒരു പ്രായപൂർത്തിയായ കുട്ടിയുടെ പേരാണ്. കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ ഒരു കുറ്റകൃത്യത്തിലെ റേപ്പ് ആൻഡ് മർഡർ വിക്ടിമിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. അതും കുട്ടിയല്ല, പ്രായപൂർത്തിയായ വ്യക്തിയായിരുന്നു. പിന്നെ വേറൊരു കുട്ടിയുടെ പേര് പറയുന്നുണ്ട്, കവിയൂർ കേസ്. കുട്ടിയുടെ പേര് ഞാൻ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. ആ കേസ് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുമില്ല. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ. ഒരു CMP ആകുമ്പോൾ കേസ് എടുക്കണമല്ലോ, പോലീസ് അന്വേഷിക്കണമല്ലോ. അപ്പോൾ അന്വേഷിക്കുമ്പോൾ പോലീസിന് മനസ്സിലാവും ഇതിനകത്ത് പോക്സോ ആക്ട് നിൽക്കില്ല എന്നുള്ളത്. പോക്സോ ആക്ട് എന്ന് പറഞ്ഞ് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിൽക്കില്ല, അത് പോലീസ് അന്വേഷണത്തിന് വെളിവാവും. മറ്റു കാര്യങ്ങളിൽ അവർ പോലീസ് അന്വേഷിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുക്കട്ടെ. ഇത്രയും മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു സ്ത്രീ, ഒരമ്മ, ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇത്രയധികം സ്ത്രീകൾക്കെതിരെയും കുറ്റകൃത്യങ്ങൾ നടന്ന അല്ലെങ്കിൽ അന്വേഷിച്ച കുട്ടികൾക്കെതിരെയും കേസ് അന്വേഷിച്ച് തെളിയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഞാൻ ഇരകളുടെ കൂടെയാണ് നിൽക്കുന്നത്. അത് അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരും, അവരും ആ കുട്ടികളും എല്ലാവരും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ പോക്സോ നിലനിന്നില്ലെങ്കിലും ഒരു ഏരിയയുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് അവരാരെങ്കിലും മറ്റ് വകുപ്പുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുകയല്ലേ? BNSൻ്റെ സെക്ഷൻ 72 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്നാണ് ഞാൻ അറിഞ്ഞത്. BNS സെക്ഷൻ 72യും നിൽക്കില്ല. കാരണം ഞാൻ ഈ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത് 2022-ലാണ്. BNS നിലവിൽ വന്നത് 2024-ലാണ്. അതുകൊണ്ട് BNS എന്നുള്ള കേസിൻ്റെ അത് IPC ഇട്ട് വേണം ഇടാൻ. അതുകൊണ്ട് ഈ കേസിൻ്റെ FIR തന്നെ തള്ളിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. പഴയ സംഭവങ്ങൾ ഇപ്പോൾ IPC ഇട്ടിട്ടാണ് പഴയ സംഭവങ്ങൾ ഇടേണ്ടത്. ഇപ്പോഴത്തെ സംഭവങ്ങൾ 2024-ന് ശേഷം ഉണ്ടായ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ BNS ഇട്ടിട്ട് കേസിടുന്നത് FIR നിലനിൽക്കില്ല. IPC ഇട്ട് വരട്ടെ, വന്നില്ലല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ആക്റ്റീവ് അല്ല. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനലും ഞാൻ കുറച്ച് നാളായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ബ്ലോക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നത് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അത് നിർത്തിയിരിക്കുകയാണ്. ആ പേജ് ആക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കൂ. ഞാൻ ചെക്ക് ചെയ്തില്ല, കാരണം ഇന്നലെ വൈകിട്ടാണല്ലോ. പലതും ഇല്ല മോനെ, പല കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോസും ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തല്ലോ. NSSനെ കുറിച്ച് ചെയ്ത വീഡിയോയും വേറെ കുറേ വീഡിയോസും ഒക്കെ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ ഡീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഞാനത് എന്താണ് പബ്ലിക് എന്നുള്ളത് മാറ്റി അൺലിസ്റ്റഡ് ആക്കി മാറ്റിയിട്ടുണ്ട് പല വീഡിയോസും. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ വീഡിയോസ് പെട്ടിട്ടുണ്ടാവും. ഞാനിത് നോക്കിയില്ല, കാരണം ഇന്നലെ രാത്രിയിൽ മറ്റോ ആണ് ഇതിൻ്റെ ഒരു വിവരം നിങ്ങൾ അറിയുന്നത് മീഡിയയിലൂടെ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് എനിക്കിത് ചെക്ക് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. നിങ്ങൾക്ക് എന്താ കിട്ടാത്ത ഇൻറ്റിമേഷൻ? എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ചെയ്യട്ടെ, പോലീസ് പോക്സോ കേസ് നിൽക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ആയിരിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത് വീണ്ടും കുത്തിപ്പൊക്കേണ്ട കാര്യം എന്താ? ഞാൻ സർവീസിൽ ഇരുന്നപ്പോൾ എഴുതിയ ഒരു ബ്ലോഗ് പോസ്റ്റ് അന്ന് സർവീസിലെ സീനിയർ ഓഫീസേഴ്സ് പോലും എനിക്കെതിരെ നടപടിയെടുക്കുകയോ എനിക്കെതിരെ അത് ചെയ്യരുതെന്ന് പറയുകയോ ചെയ്തില്ല. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ഇത്രയും നാളായിട്ട് 2022-ലെ ഒരു വീഡിയോ അന്നോ അതിനപ്പുറമോ ഒന്നും ആരും കേസുമായിട്ട് പോയില്ല. എന്നിട്ടിപ്പോൾ ഈ ഒരു അവസരത്തിൽ അത് ഒരു കേസ് FIR ഇടിക്കുക, അതിങ്ങനെ ഒരു വിവാദമാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം തന്നെ ആയിരിക്കണം. ഇതിൽ പരാതിക്കാരൻ പറയുന്നത് പോലീസാണ് കാലതാമസം വരുത്തിയതെന്ന് പറയുന്നുണ്ട്. ഇതിന് നടപടി എടുക്കുന്നത് പരാതിക്കാരൻ എപ്പോഴാണ് പരാതി
2022 കൊടുത്തോ? 25 ഒക്ടോബറിലെന്നാണ് അദ്ദേഹം പറയുന്നത്. 25 ഒക്ടോബർ എന്ന് പറഞ്ഞാലും അപ്പോഴും ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ കയറിയ ശേഷമല്ലേ. അതിന് മുമ്പ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ബാധകമല്ലേ? ഒരു രാഷ്ട്രീയക്കാരിയല്ല, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആണെങ്കിലും ബാധകമല്ലേ? എന്തുകൊണ്ട് അന്ന് ഫയൽ ചെയ്തില്ല, എന്തുകൊണ്ട് ഇപ്പോൾ? ഇത് മാത്രം ഞാൻ ചോദിക്കുന്നു. ഇതിനെ ന്യായീകരിക്കുന്നത് മറ്റെല്ലാ ആളുകളും ഈ പേര് വെളിപ്പെടുത്തി തുടങ്ങിയതിന് ശേഷമാണ് താൻ പേര് പറഞ്ഞതെന്നാണ്. അല്ല അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ കുറുപ്പുംപടി കേസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. എന്നാൽ ആ വിക്ടിമിൻ്റെ പേര് വെച്ചാണ് പലരും ഇപ്പോഴും ആ കേസ് പറയുന്നത്. അതുപോലെ ഈ കേസുകളുടെ വിക്ടിമിൻ്റെ ഡീറ്റെയിൽസ് പലരും വെളിപ്പെടുത്തി എന്നല്ല, ഇറ്റ് ഇസ് എ പബ്ലിക് നോളജ്. പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും മറ്റൊരാൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇത്തരണം നല്ല സന്ദേശം, കൃത്യമായിട്ടുള്ള നിയമ സന്ദേശം. നിയമം ഇതാണ് എന്നുള്ളത്, പോക്സോ കേസ് നിലനിൽക്കില്ല എന്നുള്ളതും, പബ്ലിക് ഡോക്യുമെൻറ്റിൽ പേര് അല്ല വിവരങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള, പബ്ലിക് സ്പേസിലെ വിവരങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും പ്രതിപാദിക്കാം എന്നുള്ള ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ഒരു വിവരം നിങ്ങൾ അറിയണ്ടേ? അപ്പോൾ ഈ IPC ഇട്ട് വന്നാലും ഈ ഒരു ജഡ്ജ്മെന്റ് താങ്കൾക്ക് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതെനിക്കറിയില്ല. പോലീസ് അന്വേഷിച്ചിട്ട് അവർക്ക് തെളിവ് എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. ആസ് എ പോലീസ് ഓഫീസർ ഇത് നിലനിൽക്കുന്ന കേസല്ല. ഇത് വ്യക്തിപരമായിട്ട് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു FIR ആണെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതുവരെ BJP അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ആ സാധ്യതയുണ്ട് എന്ന് പലർക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇത്രയധികം അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നത്.